ആദ്യം തന്നെ നമുക്ക് വാട്ട് ഈസ് ലൈറ്റ് റിയാക്ഷൻ, എന്താണ് ലൈറ്റ് റിയാക്ഷൻ, ഇത് നമുക്ക് ആദ്യം പഠിക്കാം. അപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കുറേ അധികം കാര്യങ്ങൾ നമ്മൾ പിഗ്മെന്റ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പിഗ്മെന്റുകളാണ് ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏത് പ്രോസസ്സിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം നമ്മുടെ സൺലൈറ്റ് അല്ലെ, സൺലൈറ്റിൽ നിന്നും വരുന്ന എനർജീനെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നവരാണ് ഈ പിഗ്മെന്റുകൾ. പിഗ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, സാന്തോഫിൽ ആൻഡ് കരോട്ടിനോയിഡ്സ് അല്ലെ. അപ്പോൾ ഈ 4 പിഗ്മെന്റുകളാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത്, നമ്മുടെ ക്ലോറോപ്ലാസ്റ്റുകളിൽ കാണാൻ സാധിക്കുന്നത്, പ്ലാന്റ്സിന്റെ ക്ലോറോപ്ലാസ്റ്റ്. അപ്പം അവിടെ ആദ്യം നടക്കുന്ന പ്രോസസ്സാണ് എന്ത്, നമ്മുടെ ഈ ലൈറ്റ് അബ്സോർപ്ഷൻ. സൺലൈറ്റിൽ നിന്നും വരുന്ന സോളാർ എനർജീനെ അബ്സോർബ് ചെയ്യാണ് ആര്, നമ്മുടെ ഈ പിഗ്മെന്റുകൾ. ലൈറ്റ് റിയാക്ഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. എന്താണത്, അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് എനർജി അല്ലെ. അപ്പം സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നതാണ് ഇവിടെ ലൈറ്റ് റിയാക്ഷന്റെ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്, വെള്ളം അല്ലെ, H2O. അപ്പം വെള്ളത്തിനെ ഇവരെന്ത് ചെയ്യും, ബ്രേക്ക് ഡൗൺ ചെയ്യും. H2Oനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ഓക്സിജനെ അവർക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യാണ്, അതിനെ പുറത്തോട്ട് കളയുകയാണ്. അപ്പം H2Oനെ അവർ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് കൺവേർട്ട് ചെയ്യും. ആ ഓക്സിജനെയാണ് അവരെന്ത് ചെയ്യുന്നത്, അവർ പുറത്തോട്ടേക്ക് കളയുന്നത്. കാരണം അതിനെ കൊണ്ട് അവർക്ക് കാര്യമായിട്ട് യൂസ് ഒന്നുമില്ല അല്ലെ. റെസ്പിറേഷന് വേണ്ടി ചിലപ്പം കുറച്ച് എമൗണ്ട് അവർ യൂസ് ചെയ്യുമെങ്കിലും ഭൂരിഭാഗം ഓക്സിജനെയും അവർ പുറത്തോട്ട് കളയാണ് ചെയ്യുന്നത്. അപ്പം ഇതും ലൈറ്റ് റിയാക്ഷനിൽ വരുന്നതാണ്. ഇനി അവസാനത്തെ സ്റ്റെപ്പ്, നമ്മുടെ ലൈറ്റ് റിയാക്ഷന്റെ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാണ് ATP ഫോർമേഷൻ, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അപ്പോൾ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റിന്റെ രൂപത്തിലാണ് നമ്മൾ എനർജീനെ സ്റ്റോർ ചെയ്യുന്നത് അല്ലെ. എനർജി കറൻസി ഓഫ് ദ സെല്ലാണ് നമ്മുടെ ATP എന്ന് പറയുന്നത്. അപ്പം ATPയുടെ രൂപത്തിൽ നമ്മുടെ എനർജീനെ സ്റ്റോർ ചെയ്യുന്നതാണ് അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം ലൈറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റിനെ ട്രാപ്പ് ചെയ്യുന്നത് മുതൽ ATP സിന്തസിസ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ പിഗ്മെന്റുകൾ എവിടെയാണ് ഈ പിഗ്മെന്റിനെ അറേഞ്ച് ചെയ്തേക്കുന്നത്, ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സസിലാണ്. അപ്പം ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സസ് അല്ലെ, ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സസ്. അപ്പോൾ ഇതൊക്കെ പ്രോട്ടീൻ കോംപ്ലക്സുകളാണ്. ലൈറ്റ് ഹാർവെസ്റ്റിംഗ് പേരിൽ തന്നെ ഉണ്ട്, ലൈറ്റിനെ ഹാർവെസ്റ്റ് ചെയ്യുകയാണ് അല്ലേ. നമ്മൾ കൊയ്തെടുക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ലൈറ്റിനെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഹാർവെസ്റ്റ് ചെയ്യുന്നത്. സോ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ധാരാളം പിഗ്മെന്റുകൾ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവണം, ഈ പറയുന്ന പിഗ്മെന്റുകളൊക്കെ എവിടെയാണ് കാണപ്പെടുന്നത്, ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സസ്. അപ്പോൾ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സംഭവമല്ല അല്ലെ. അത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഡിസ്ക്രീറ്റ് ആയിട്ടാണ്. സെപ്പറേറ്റ് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സസ് നമുക്ക് പ്ലാന്റ്സിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് ഇരിക്കുന്നതാണെങ്കിൽ ഫോട്ടോ സിസ്റ്റത്തിന്റെ കീഴിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കവർ ചെയ്ത ഫോട്ടോ സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഫോട്ടോ സിസ്റ്റം 1. അപ്പം ഫോട്ടോ സിസ്റ്റം 1 എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ആദ്യം ഡിസ്കവർ ചെയ്തത് ഫോട്ടോ സിസ്റ്റം 1 എന്ന് പറയുന്ന ആ ഒരു ഫോട്ടോ സിസ്റ്റത്തിനെയാണ്. അപ്പം രണ്ടാമതായിട്ട് നമ്മൾ കണ്ടുപിടിച്ചതിനെ നമ്മൾ എന്താ വിളിക്കുക, ഫോട്ടോ സിസ്റ്റം 2 അല്ലേ. ഫോട്ടോ സിസ്റ്റം 2 എന്നാണ് നമ്മൾ രണ്ടാമതായിട്ട് കണ്ടുപിടിച്ച ഫോട്ടോ സിസ്റ്റത്തിനെ വിളിക്കുന്നത്. അപ്പം ഈ ഒരു 1, 2 എന്നുള്ള പേര് വന്നേക്കുന്നത് ഓർഡർ ഓഫ് ദെയർ ഡിസ്കവറി ആണ് അല്ലെ. എപ്പോഴാണ് അതിനെ കണ്ടുപിടിച്ചത്, ആദ്യം കണ്ടുപിടിച്ചതിന് നമ്മൾ 1 എന്നും രണ്ടാമത് കണ്ടുപിടിച്ചതിന് നമ്മൾ 2 എന്നും പേര് കൊടുത്തു. അല്ലാതെ എന്തല്ല, ഏത് റിയാക്ഷനാണ് ആദ്യം നടക്കുന്നത് അല്ലെങ്കിൽ റിയാക്ഷന്റെ ഓർഡറിനനുസരിച്ചല്ല ഈ പേര് കൊടുത്തേക്കുന്നത്. അപ്പം ഈ ഫോട്ടോ സിസ്റ്റത്തിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് കാണാൻ പറ്റും. അപ്പം ഓരോ ഫോട്ടോ സിസ്റ്റത്തിലും നമുക്ക് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് കാണാൻ പറ്റും. ഈ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് ആണെങ്കിൽ പിഗ്മെന്റുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, പിഗ്മെന്റുകൾ കൊണ്ടാണ്. അപ്പം ഈ പിഗ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പിഗ്മെന്റിൽ നമുക്ക് ക്ലോറോഫിൽ എ ഒറ്റൊരെണ്ണം മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതായത് ഒരു ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സിൽ ഒരേ ഒരു ക്ലോറോഫിൽ എ പിഗ്മെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ക്ലോറോഫിൽ എ പിഗ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിയാക്ഷൻ സെന്റർ. എന്താ വിളിക്കുക, റിയാക്ഷൻ സെന്റർ എന്ന് വിളിക്കും. അപ്പം ഒരേ ഒരു ക്ലോറോഫിൽ എ മോളിക്യൂൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു പിഗ്മെന്റിനെയാണ്, ആ ഒരേ ഒരു മോളിക്യൂളിനെയാണ് നമ്മൾ റിയാക്ഷൻ സെന്റർ എന്ന് വിളിക്കുന്നത്. ഫോട്ടോ സിസ്റ്റം 1ലും അതുപോലെ തന്നെ ഫോട്ടോ സിസ്റ്റം 2ലും സെപ്പറേറ്റ് ആയിട്ട് റിയാക്ഷൻ സെന്റേഴ്സ് ഉണ്ട്. ആ റിയാക്ഷൻ സെന്റേഴ്സ് അബ്സോർബ് ചെയ്യുന്ന ലൈറ്റ് എനർജിയുടെ വേവ് ലെങ്ത്, ആ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഫോട്ടോ സിസ്റ്റം 1ന്റെ കേസിൽ എത്രയാണെന്ന് അറിയാവോ, 700 നാനോമീറ്റർ ആണ്. 700 നാനോ
നാനോമീറ്റർ. എന്താണ് നാനോമീറ്റർ എന്ന് പറയുന്നത്? നാനോമീറ്റർ എന്ന് പറയുന്നത് 10⁻⁹ മീറ്റർ ആണ് അല്ലേ. സോ 700 × 10⁻⁹ മീറ്റർ ഓർ 700 നാനോമീറ്റർ ആണ് ഫോട്ടോ സിസ്റ്റം 1ൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അവർ അബ്സോർബ് ചെയ്യുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അതേസമയം ഫോട്ടോ സിസ്റ്റം 2ൻ്റെ കേസിൽ അത് 680 നാനോമീറ്റേഴ്സ് ആണ്. 680 നാനോമീറ്റേഴ്സ്. ആ ഒരു റേഞ്ചിൽ വരുന്ന ലൈറ്റിനെയാണ് അത് മാക്സിമം അബ്സോർബ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അതുകൊണ്ട് ഫോട്ടോ സിസ്റ്റം 1നെ നമ്മൾ P700 എന്ന് വിളിക്കും. P700. അതേസമയം നമ്മൾ ഫോട്ടോ സിസ്റ്റം 2നെ എന്താ വിളിക്കുക? P680 എന്ന് വിളിക്കും. അപ്പം P700 എന്ന് നമ്മൾ ഫോട്ടോ സിസ്റ്റം 1നെ വിളിക്കാൻ കാരണം എന്താണ്? കാരണം അവൻ്റെ അബ്സോർപ്ഷൻ പീക്ക് എന്ന് പറയുന്നത് 700 നാനോമീറ്റർ വേവ് ലെങ്ത്തുള്ള ലൈറ്റ് ആണ്. ഫോട്ടോ സിസ്റ്റം 2ൻ്റെ കേസിലാണെങ്കിൽ അത് 680 നാനോമീറ്റർ ആണ്. അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. ബൈ.